ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുൻ. അപ്പോൾ ഇന്ന് ഒരു നാടൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ പൂരമാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 25 ഞായറാഴ്ചയാണ്. ഇന്നാണ് നമ്മുടെ വാടനാംകുറിശ്ശിയിലെ ശ്രീ ചോറോട്ടൂർക്കാവ് ദേശത്താലപ്പൊലി എല്ലാ വർഷവും ഫെബ്രുവരിയിലെ അവസാനത്തെ ഞായറാഴ്ചയായിട്ട് വരുന്ന പൂരം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. പൂരത്തിൻ്റെ വീഡിയോ എപ്പോഴും വളരെ സ്പെഷ്യലാണ്. കാരണം കഴിഞ്ഞ വർഷം ഈ പൂരം ബന്ധപ്പെട്ട് നമ്മൾ 3 വ്ളോഗുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ളോഗുകളൊക്കെ വഴിയാണ് നമ്മുടെ നാട്ടിലുള്ള പലരും ഞാനിങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞത്. അപ്പോൾ ഇക്കൊല്ലം അങ്ങനെ 3 ഒന്നുമില്ല, ഒരു വീഡിയോ ആണ്. അപ്പം അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മുടെ അടുത്ത കുടുംബത്തിൽ തന്നെ ഒരു മരണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടൊരു വീഡിയോ എന്നുള്ള ലെവലിലല്ല ഇത്തവണ. കുറച്ച് വിഷമ കാര്യങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചുരുക്കത്തിൽ ഒരു വീഡിയോ എടുക്കുന്നു. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പൂരത്തിൻ്റെ വീഡിയോ എന്തായാലും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ചുരുക്കത്തിൽ ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരാഴ്ച മുമ്പെയാണ് പൂരം കുറിച്ചത്. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച വെളിച്ചപ്പാടിൻ്റെ നേതൃത്വത്തിൽ വീട്ടിലൊക്കെ വന്ന് പറയെടുപ്പ് നടക്കുന്നതിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഇന്നത്തെ കാഴ്ചയാണ്. പൂതനും തെറയും രാവിലെ വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ പൂതനും തെറയൊക്കെ വന്നു പോയി. അപ്പം നമ്മുടെ ഈ വള്ളുവനാടൻ ഭാഗത്തുള്ള പൂരങ്ങളുടെ ഒരു സ്ഥിരം ഇതാണ് പൂതനും തെറയും. അപ്പോൾ അവർ രാവിലെ വീടുകളിലൊക്കെ വന്ന് കൊട്ടി പാട്ടി പോവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴണം. അപ്പോൾ നേരെ അമ്പലത്തിലേക്ക്. ഇതാണ് ഞങ്ങൾ വാടാനാംകുറിശ്ശിക്കാരുടെ സ്വന്തം അങ്ങാടിക്കാവ്. ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പേര്. എല്ലാ വർഷവും കുംഭമാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയിലാണ് ഇവിടുത്തെ താലപ്പൊലി ആഘോഷങ്ങൾ നടക്കാറുള്ളത്. ഫെബ്രുവരി മാസത്തിലെ അവസാന ഞായറാഴ്ചയായിട്ട് വരും. അത് തൊഴുതിട്ട് വരാം കേട്ടോ. സിറ്റിസൺസ് ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള ആനച്ചമയത്തിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ആനച്ചമയമൊക്കെ നന്നായിട്ടുണ്ട്, നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ. ഇത് ഈ ക്ലബിൻ്റെ വകയായിട്ടുള്ള ആനയുടെ മാത്രമാണ്. മൊത്തം 4 ആനകളുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മളൊരു 10:15 ആയിട്ടാണ് അമ്പലത്തിലെത്തിയത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. എന്നാലും അമ്പലത്തിൽ തൊഴാനൊന്നും അധികം തിരക്ക് തോന്നിയില്ല. പെട്ടെന്ന് തൊഴുതിറങ്ങി. ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ മുല്ലപ്പൂവിൻ്റെയൊക്കെ കച്ചവടത്തിന് ആളുകൾ എത്തിയിട്ടുണ്ട്. ബലൂണും ഓലപ്പീപ്പിയും ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതായത് കാളകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ കാളത്തലകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചുള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത്. വൈകിട്ട് നമുക്ക് വലിയ കാളകളെ കാണാം. അപ്പോൾ എന്തായാലും ചില വഴിപാടുകളൊക്കെ നടത്തണം. പുഷ്പാഞ്ജലിയൊക്കെ നടത്തി അതോടൊപ്പം തന്നെ ഒരു പായസം വഴിപാടും എടുത്തു.
അങ്ങനെ പായസമൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഈ സിറ്റിസൺ ക്ലബിൻ്റെ ആനയുടെ വരവ് കണ്ടത്. പരിപാടികളൊക്കെ കണ്ടു. ഇനി നമുക്ക് വൈകുന്നേരം വീണ്ടും പൂരപ്പറമ്പിലേക്കൊക്കെ ഒന്ന് പോവാം. അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ പോയിട്ട് വൈകുന്നേരം നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ വൈകുന്നേരം 6 മണിയായി. ഇപ്പോഴാണ് ഞാൻ പുറത്തുനിന്ന് വന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയി. ഇനി നേരെ പൂരപ്പറമ്പിലേക്ക് പോവാം. നമ്മളങ്ങനെ പാടത്തു കൂടെയാണ് യാത്ര. പൊതുവെ എല്ലാ വർഷവും ഈ പൂരത്തിൻ്റെ ദിവസം മാത്രമാണ് ഈ പാടത്തു കൂടെ ഇങ്ങനെ ഇത്ര ആൾക്കാരൊക്കെ പോകുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി, 6:30 അപ്പോൾ പകൽപൂരത്തിൻ്റെ ഒരു സമാപ്തിയിലേക്ക് എത്തിത്തുടങ്ങി. ആളുകളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ദേശങ്ങളുടെയും പൂര കമ്മിറ്റികളുടെ നല്ല മോട്ടറൈസ്ഡ് ആയിട്ടുള്ള LED കളർ ലൈറ്റൊക്കെ ഉള്ള വലിയ ഇണക്കാളുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പൂരത്തിൻ്റെ. അപ്പോൾ ഒരുപാട് ഇണക്കാളുകളെ നമുക്ക് കാണാനുണ്ട്. ആനപ്പൂരം കഴിഞ്ഞിട്ട് ആനകൾ അമ്പലത്തിലേക്ക് എത്തി എന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് ആനകളെയൊക്കെ ഒന്ന് കാണാം. നേരത്തെ പറഞ്ഞ പോലെ 4 ആനകളാണ് മൊത്തം ഉള്ളത്. അങ്ങനെ ആനപ്പൂരമൊക്കെ നല്ല അടിപൊളിയായി. ആനകളുടെ പേരെനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ വീണ്ടും നമ്മൾ പൂരപ്പറമ്പിലേക്ക് എത്തി. ഇപ്പോൾ പൂരപ്പറമ്പിൽ ആളുകൾ വീണ്ടും കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു സെറ്റ് ഏതാണ്ട് 12 തിറകളുടെ ആട്ടമാണ് നമുക്ക് കാണുന്നത്. നമുക്ക് നല്ല ഉയരത്തിലുള്ള ചില കഥകളി വേഷക്കോലങ്ങൾ കാണാം. ഒരു വേഷക്കോലം ഒരു കുട്ടിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. എന്ത് ക്യൂട്ടല്ലേ! ഇത് നല്ല നൈസായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ പൂരത്തിന് ഇത്തരത്തിലുള്ള കോലങ്ങൾ കാണുന്നത്.
അങ്ങനെ കഥകളി വേഷം കണ്ടു, ആനകളെ കണ്ടു, ചെറിയ ചെറിയ കാളകളെ കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ കാളേനെ ഒന്ന് കാണാം. ഭൂതത്താങ്കാവ് കമ്മിറ്റിയുടെയാണിത്. ഇതിന് ശബ്ദമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് കണ്ണ് ബ്ലിങ്കിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പൂരപ്പറമ്പെന്ന് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പൂരക്കാഴ്ചകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇന്നലെ വൈൻഡപ്പ് ചെയ്തില്ല. ഇന്നലെ അവിടുന്ന് പൂരപ്പറമ്പെന്ന് വന്നു. വൈകുന്നേരം വീണ്ടും തായമ്പകയ്ക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ തായമ്പകയ്ക്ക് പോകാൻ പറ്റിയില്ല. ടയർഡായി, ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ പൂരമൊക്കെ നല്ല ഉഷാറായി. നിങ്ങളെല്ലാവരും കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് ആളുകൾ വന്നു. ജനപങ്കാളിത്തം വളരെ കൂടുതലായിരുന്നു. അത് വളരെ സന്തോഷം. പിന്നെ ആനകളുടെ എണ്ണം കൂടി. കഴിഞ്ഞ കൊല്ലം 2 ഇക്കൊല്ലം 4. പിന്നെ ഇണക്കാളകൾ, വലിയ ഇണക്കാളകൾ ഒരുപാട് വന്നു. പിന്നെ വേഷക്കോലങ്ങൾ, കഥകളിക്കോലങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ വളരെ എൻജോയ്ഡ് ആയിട്ടുള്ളൊരു പൂരമാണ്. ആക്ച്വലി നല്ല ഫൺ ഓറിയൻറ്റഡ് ആയിട്ട് ആണ് ഇത്തവണ പ്ലാൻ ചെയ്തത് ഞാൻ. പക്ഷേ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ ചെറിയ വിഷമത്തിൻ്റെ സമയങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടൊരു ഫൺ ഓറിയൻറ്റഡ് വ്ളോഗ് ആക്കിയില്ല ഞാൻ. സോ ജസ്റ്റ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം. കാരണം വാടനാംകുറിശ്ശിയിൽ തന്നെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് സജസ്റ്റ് ചെയ്തിരുന്നു, പൂരത്തിന് എന്തായാലും ഒരു വ്ളോഗ് വേണം. വാടനാംകുറിശ്ശിയിൽ താമസിക്കുന്നവരും അതുപോലെ നമ്മുടെ നാട്ടിൽ ഉള്ള, പക്ഷേ ഈ പൂരത്തിന് എത്തിച്ചേരാൻ പറ്റാതെ ഉള്ള ആളുകൾക്കും എല്ലാവർക്കും ഈ കാഴ്ചകളൊക്കെ കാണുന്നത് വളരെ സന്തോഷമാണ്. അങ്ങനെ ഞാൻ എന്തായാലും ഒരു വ്ളോഗ് എന്തായാലും വേണമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ബൈ.